നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്രയൊക്കെ കുക്കിംഗ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മടി വരാറുണ്ടല്ലോ. അങ്ങനെ മടി വരുന്ന സമയത്ത് കുക്കർ ഉണ്ടെങ്കിൽ ഒരു രണ്ടും മൂന്നും വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു കറി റെഡിയാവും. അത്രയ്ക്ക് എളുപ്പമാണ്. എളുപ്പമാണെന്ന് ചോദിച്ചാൽ ടേസ്റ്റിൽ ഒരു കുറവുമില്ല കേട്ടോ, ഒരു അടിപൊളിയാണ്. ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. അപ്പം അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം പരിപ്പാണ് വേണ്ടത്. തുവരപ്പരിപ്പ് നമ്മളൊരു അര കപ്പ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കുകയാണ്. അപ്പോൾ തലേദിവസം രാത്രിയൊന്നും കുതിർത്ത് വെക്കുന്നില്ല. അപ്പം അന്നാണ് പരിപ്പ് എന്തായാലും എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ അത് കുതിർത്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയുള്ളി വേണം, ഒരു 6 എണ്ണം. അതുപോലെ തന്നെ ഒരു പരിപ്പിൻ്റെ കറി ആയതുകൊണ്ട് തന്നെ പറ്റാവുന്ന 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എത്രയായാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ പാലക്കുണ്ടല്ലോ, ചീര, പച്ച ചീര ഉണ്ടായിരുന്നു. അത് ഒരു പ്രാവശ്യം എടുത്തതാണ്, അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വാടി വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. ഒരു തക്കാളിയും അതുപോലെ ഒരു 4 പച്ചമുളകൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ പരിപ്പ് വേവുന്നൊരു സമയം കൊണ്ട് നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കാമല്ലോ. ഒത്തിരി മഞ്ഞളും ഉപ്പുണ്ടെങ്കിൽ ഉപ്പ്, വിനാഗിരി എല്ലാം ഇട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഇട്ട് വെക്കുകയാണ്. എല്ലാം വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. ഇനി നമ്മളിത് ഉണ്ടാക്കാനായിട്ടൊരു കുക്കർ എടുത്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച പരിപ്പുണ്ടല്ലോ, ഇത് ഞാനൊരു 10-20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ പാലക്ക്, പച്ചച്ചീര എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ തണ്ടും കുറച്ച് തണ്ടിൻ്റെ ഭാഗവും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അരിഞ്ഞ് ചേർത്തു. ഈ കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളി ഇടാറുണ്ടല്ലോ. അപ്പോൾ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞു. നമുക്കിത് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകാണ്. പച്ചമുളക് മാത്രമാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 4 പച്ചമുളക് അത് നെടുകെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞാൻ പറഞ്ഞല്ലോ വലിയ അല്ലിയാണ്, അതുകൊണ്ട് എന്നിട്ട് പോലും ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കാം. അതൊന്ന് ചതച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കത്തി വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചെറിയുള്ളി, നമ്മൾ വലിയുള്ളി സവാളയല്ല ചേർക്കുന്നത്, ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് വേണം. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് പച്ചമുളകാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. അപ്പം മഞ്ഞൾ മാത്രമേ ഇടുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. അയ്യോ, മഞ്ഞൾ മാത്രമല്ല, ഇതിലേക്ക് ജീരകം പൊടിച്ചതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 ടീസ്പൂൺ നമ്മൾ പൊടിച്ച ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പിൻ്റെ വെള്ളം കൂടെ ചേർത്താണ് ഇട്ടത്. കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നോക്കണ്ട, ഒരു 3-4 വിസിലങ്ങ് വന്നോട്ടെ. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വിസിൽ വന്നതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 3-4 വിസിലങ്ങ് വന്നോട്ടെ. അപ്പം അത്രയും നേരം നമ്മൾ വേവിച്ചെടുക്കണം. വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, പരിപ്പെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയല്ലാതെ ഈ തക്കാളിയൊക്കെ അപ്പം അതുപോലെ തന്നെ ഇട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും കേട്ടോ. ഇനി ഇത് നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം ഒരു തവി വെച്ചിട്ടോ. അപ്പം ഞാനിങ്ങനെ ഇത് വെച്ചിട്ടിങ്ങനെ ഉടച്ചു കൊടുക്കുകയാണ്. നല്ല പോലെ, അധികം പ്രയാസപ്പെടുമൊന്നുമില്ല, കാരണം അത്രയും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മളൊരു 4-5 വിസിലടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, നല്ല മഷി പോലെ വന്നിട്ടുണ്ട്. നല്ലൊരു മണവും ഒക്കെയാണ്.
ഇനി നമ്മളിതൊന്ന് താളിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ചെറിയൊരു കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് തന്നെ ഒഴിക്കണമെന്നില്ല, ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നമേ വിചാരിക്കേണ്ട. കുക്കറിൽ ഇട്ടങ്ങ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി. ഇനിയിപ്പം കടുക് താളിച്ചില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ കറി ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.